ചില ഡ്രസ്സിനെ നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തന്റെ സ്വന്തം നാട്ടിലേക്ക് തിരികെ വരുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തില് തൊട്ടു മുമ്പുള്ള ആ ഭാഗത്തിൽ തന്നെ അവിടെ രേഖപ്പെടുന്ന ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയായിരുന്നു. മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഈശോ ചെയ്ത കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുകയാണ്, ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഈശോ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോയി മടങ്ങിപ്പോയി. അവൻ പല വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പല ആളുകളും അത് കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു എന്ന് പറയുകയാണ്. അതായത് ഗലീലയിലേക്ക് മടങ്ങി പോകുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഈശോയെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം എന്തായിരുന്നു? അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവൻ ആത്മാവിനാൽ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഈശോ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. 40 ദിവസം മരുഭൂമിയിൽ ഒരുങ്ങി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമാണ് ഈശോ തന്റെ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ഈശോ തന്റെ ശിഷ്യന്മാരോടും പറയുന്നുണ്ട്. ഈശോ സ്വർഗാരോഹണത്തിന്റെ സമയത്ത് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ശിഷ്യന്മാരെ ഈശോയെ അനുസരിച്ച് പെന്തക്കോസ്താ ദിനത്തില് പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയൊരു ചൈതന്യം സ്വീകരിച്ചതിന് ശേഷമാണ് അവര് സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്നത്തെ വചനഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ നിറവോടുകൂടെ ആയിരിക്കും എന്ന് പറയുകയാണ്. അതായത് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്